അപ്പോൾ hello guys, welcome back to our channel. This is Sanjay from the Twins channel. So welcome to the jungle. ഹിന്ദി മൂവിയാണ്. ഒഫീഷ്യൽ ട്രെയിലർ റിലീസായിട്ടുണ്ട്. വളരെ വലിയ ഒരു സ്റ്റാർ കാസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് പരിപാടി എന്നുള്ളത് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പറയാം. ഓക്കെ, ഇന്ത്യസ് ഫസ്റ്റ് 200 CR ഫേക്ക് ഫിലിം എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലാവും. എന്തെങ്കിലും ആവട്ടെ. एक जबरदस्त कहानी है। और टाइटल क्या है फिल्म का? वेलकम टू द जंगल। Okay. അയ്യോ, ഇത് മറ്റേ ഗ്രാൻഡ് മസ്തി എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടല്ലോ, അതിന്റെ സ്റ്റാർ കാസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ പടത്തിന്റെ ഒരു നിലവാരം എന്താന്നുള്ളത് നമ്മൾ ജഡ്ജ് ചെയ്യണ്ട, കണ്ടുനോക്കിട്ട് പറയാം. അടിപൊളി വിജയമല്ലേ. ഹിന്ദിക്കാർ ഇതൊക്കെ ജയിപ്പിച്ചു വിടും. കൂടുതലൊന്നും പറയാനില്ല. അക്ഷയ് കുമാർ ഉണ്ട്. ശരിയാണ്, നല്ലൊരു നടനായിരുന്നു. ഇങ്ങനത്തെ പടം കണ്ടില്ല, കാണാത്തോണ്ടൊന്നും പറയുന്നില്ല. പക്ഷെ ജഡ്ജ് ചെയ്യണ്ടെന്ന് ഇങ്ങനെ വിചാരിക്കും. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് അറിയാം ഇത് ഏത് ലെവലിലോട്ടാണ് പോയേക്കുന്നത്. ये दो भाई, एक उदय का भाई और दूसरा मजनू का भाई, फिल्म में ये भी घुस पड़े। ये कोई पेंटिंग है? घोड़े के ऊपर गधा? मैं बताता हूँ मेरी पेंटिंग। गधे के ऊपर घोड़ा। पेंटिंग की सिक्वल पहली बार देखी। എന്തൊക്കെയോ പറയുന്നുണ്ട്. സ്വാഭാവികം. അതങ്ങനെ കുറെ പെൺപിള്ളേരെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇത് തന്നെ, ഇതല്ലാതെ हमारे फिल्म देखो आर्मी बेटा। वाली और उसके लिए आप सभी को ट्रेनिंग की जरूरत है। अन्ना, कभी बाप जन्म में भी किसी ने गन पकड़ा था क्या? माइंड ब्लोइंग, फैंटाबुलस। वो जो छपरी ने किया है ना, वो अपने को भी करने का है। ये स्टंट एक्शन! मेरे को नहीं करने का एक्शन। गाँव वालों, ऊपर वाले ने हमारी सुन ली है। अरे हमारे भारतीय फौजी आए हैं। ये आजादगंज को आजाद कराने आए हैं। कहाँ थे तुम 20 साल से? अपने घर। इसको ताच रोल दे दिया तो हमें खा जाएगी। अरे वो पुरानी चावल है। मैं किस लिए फिल्म में? ग्लैमर। क्लाइमेक्स शूट कर ले क्या? तो कैसे करेंगे? विलन चाहिए, गुंडे चाहिए, कहाँ से लाएंगे? പടം മുഴുവൻ ഉണ്ടല്ലോ ട്രെയിലർ എന്ന് പറഞ്ഞിട്ട്. इनको असलियत बतानी पड़ेगी कि हम लोग असली आर्मी वाले नहीं हैं। हमें जाने दो मालिक, हम सब भांड है, रोजी रोटी के लिए काम करते हैं। तेरी शक्ल कहीं देखी हुई है। आप फ्लॉप फिल्म में भी देखते हो? पाजी, आप जाके समझाओ ना। आपका नाम तो दलेर है। क्या दलेर? दलेर नाम होने से कोई दलेर नहीं हो जाता। मेरी बीवी का नाम शांति है, सारा दिन चपड़ करती रहती है। मेरी साली का नाम शर्मिली है, उससे बेशर्म लड़की मैंने आज तक कहीं नहीं देखी। तन बड़ा शौक है ना दलेर बनने का, जब तू बने दलेर तो मैं मेहंदी। कंग्रेचुलेशन। चल कूद। അയ്യോ, നിക്കറൊക്കെ രണ്ട് പെൺപിള്ളേരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അയ്യോ, ട്രെയിലർ കണ്ടിട്ട് ഉറക്കം വരുന്നു. എന്ത് പറയുന്നു. കണ്ണാക്കണം, കാശ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പ്രൊഡ്യൂസ് ചെയ്തങ്ങ് രണ്ടുപേരൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. साले तुम दोनों को तो ऐसे फटके मारूंगा ना मैं। वो कांता भाई, पटके मारने ना तो जमीन पे मार इधर। तो वैसे तो तेरा थोबड़ा भी गंदा है, उसपे लगाऊं क्या? एक मिनट, ये बात पे झगड़ा क्या करते हो यार? ए तू चुप कर, मेंढक की तरह फुदक रहा है। गेंडे को मेंढक मत ജിഷാദ് बोलना। പട്ടാനി എല്ലാ ഷോട്ടിലും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചുമ്മാ ഒരു ഇതിനു വേണ്ടി ഇങ്ങനെ ഷോട്ടിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ ഡയലോഗ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അത് എല്ലാ സിനിമയിലും ഇപ്പൊ അങ്ങനെ. तू बस कर। हाँ तो तू रिक्शा कर जा। भाड़ में जाओ तुम लोग। आपके घर में जाने में हमें कोई इंटरेस्ट नहीं अंकल। ट्रेलर खत्म, पैसा हजाम।
എടാ ഇത് എന്തോന്നടേ, എങ്ങനെ ഇവർ ഇങ്ങനത്തെ മൂവീസ് വീണ്ടും ഇറക്കി വിടുന്നതാണ്? ഇത്രയും ബഡ്ജറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മൂവീസ് ഇവർക്ക് ഇറക്കി വിടും. നമുക്ക്, ഞാൻ അങ്ങനെ ജഡ്ജ് ചെയ്ത് പറയുന്നില്ല, പക്ഷെ നമുക്ക് മൂവി കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ ഇത് എന്താണ്. ആ ഒരു ഗ്രാൻഡ് മസ്തി ലൈൻ, അതേ റേഞ്ച് കോമഡിയൊക്കെ കേട്ട് ചിരിക്കാനും വരുന്നില്ല. ഇത്രയും നീളമുള്ള ട്രെയിലർ, 4 മിനിറ്റാണ് ട്രെയിലർ. എന്താ കുറേ ഇത് കാണിച്ചു, അറിയാതെ അവർ മൂവി സെറ്റിലോട്ട് വരുന്നു, ഒറിജിനൽ ഫോജി ആണെന്ന് അവർ വിചാരിക്കുന്നു. വേറെ കൂടുതലായിട്ടൊന്നുമില്ല. പിന്നെ 2 ആക്ട്രസ്സുമാരെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഒന്ന് എന്താണ്, ജാക്ലിൻ ഫെർണാണ്ടസും, ഒന്ന് ദിഷ പട്ടാനിയും. ആ 2 പേരും അറിയാമല്ലോ, എല്ലാ സിനിമയിലും ഇങ്ങനൊരു എന്താണ്, ആ ഒരു ഇത് ഫിസിക്ക് കാണിക്കാൻ വേണ്ടി 2 പേരെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നേ ഉള്ളൂ. അതിപ്പം ഇവരിപ്പോഴും അതൊന്ന് കരക്കേറിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ബോളിവുഡ് ഇപ്പോഴും ആ ഒരു ഈ ഗ്ലാമർ വേഷത്തിന് വേണ്ടി നടിമാരെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തി പ്ലേസ് ചെയ്തിട്ട്, ഇതിനകത്ത് ഇവർക്കെല്ലാവർക്കും റോൾ കൊടുത്തിട്ടുണ്ട്. ദിശ പട്ടാനിക്ക് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സീനിലെല്ലാം കാണിക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും ഡയലോഗൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു രീതിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു ബാക്ക്ലാഷാണ് ഇപ്പോൾ പെഡി മൂവിയിലും വന്നത്. കാരണം ബോളിവുഡിൽ നടിമാർ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഗ്ലാമർ വേഷം കൊടുക്കും, എന്നിട്ട് അവിടെ അങ്ങ് പിടിച്ച് നിർത്തിയേക്കും. ക്യാരക്ടർ സപ്പോർട്ടോ ഇല്ലെങ്കിൽ മൂവിക്ക് അകത്ത് അധികം ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇൻവോൾവ്മെൻ്റ് ഇല്ല അധികം. അതാണ് സംഭവം. അത് ഭയങ്കര ഒരു ഇവർക്കൊരു ഡിമീനിങ് ആയിട്ടുള്ളൊരു സംഭവമാണത്. അങ്ങനെ ചെയ്യാനേ പാടില്ല. ഇവരുടെ പിന്നെ ഈ സിനിമയും ജയിപ്പിച്ചു വിടും, അങ്ങനെ ഒരു കാര്യമുണ്ട്. ഫ്ലോപ്പ് ആവില്ല, കാരണം അവർ ഹിന്ദിക്കാർ പോയിരുന്ന് കാണും, അവർ എല്ലാവരും കണ്ട് ജയിപ്പിച്ചു വിടും. ഇതിന് മുമ്പ് ഇറങ്ങി ഇതുപോലത്തെയൊക്കെ ഒരുപാട് മൂവീസ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ളതെല്ലാം ആൾക്കാർ കയറിയിരുന്ന് ഇത് ചെയ്ത് വിടുന്നുണ്ട്. എന്നിട്ട് ഞാനിരുന്ന് മൂവി കാണും. കണ്ടതിന് ശേഷം ഞാൻ ആലോചിക്കും, ഇത് ആൾക്കാർ എങ്ങനെ പോയിരുന്ന് കണ്ട് ജയിപ്പിച്ച് വിട്ടു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ ചിലർക്ക് അതൊക്കെ മതി, ഹിന്ദിക്കാർക്ക് പിന്നെ ആ ഒരു ഇത് മതിയായിരിക്കും. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, ഈ ഒരു ബഡ്ജറ്റ് നമ്മുടെ മലയാളം പിള്ളേരിലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിലോ അടിച്ച് കൈ കൊടുക്കും. അങ്ങനത്തെ എന്ന് വെച്ചാൽ അത് ഈ ഒരു ബഡ്ജറ്റ് മലയാളികളുടെ കയ്യിലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ അങ്ങനത്തെയൊക്കെ മൂവീസൊക്കെ നമ്മൾ ചെയ്തു വെച്ചേക്കുന്നില്ലേ, സമ്മതിക്കണം. ബിക്കോസ് വി ഹാവ് ഗുഡ് ക്വാളിറ്റി മൂവീസ്. ഇത് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടെന്ന് പലപ്പോഴും വിചാരിച്ചിട്ടാണ് ട്രെയിലറൊക്കെ കാണാതിരിക്കുന്നത്. പക്ഷെ നമ്മളിത് കാണുമ്പോൾ തന്നെ നമുക്കൊരു 4 മിനിറ്റ് ട്രെയിലർ കണ്ടിരിക്കാൻ തന്നെ, അതിനിടയ്ക്ക് തന്നെ ഞാൻ എത്ര തവണ ഉറങ്ങിപ്പോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഓക്കെ, എന്തായാലും പടം വരുമ്പോഴത്തേക്കും ഒരു അരമണിക്കൂറെങ്കിലും കണ്ടു നോക്കാം. അരമണിക്കൂറെങ്കിലും പിടിച്ചിരിക്കാൻ പറ്റുമെന്നോ, കണ്ടു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. സോ എനിവേസ്, നമുക്ക് പിന്നെ കാണാം. പുറകെ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വളരെ പ്രോബബ്ലി ബൈ നെക്സ്റ്റ് വെനസ്ഡേ പുതിയൊരു കോൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് നമ്മൾ വരുന്നുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഗൈസ് ആർ സബ്സ്ക്രൈബിംഗ് ടു ദ ചാനൽ. എല്ലാവരും കയറി സബ്ബടിച്ചോ. ആൻഡ് ഡോക്യുമെൻ്ററി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ, ഐ മീൻ പൊളിറ്റിക്സ്, ജിയോ പൊളിറ്റിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ, ദ ട്വിൻസ് എക്സ്പ്ലെയിൻ ചാനലിലൂടെ കയറി സബ് ചെയ്തു. ഓക്കെ, ഐ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ.